പ്രിയമിത്രങ്ങളെ, ചെസ്കമ്പിൾ ജീവിത ദർശനങ്ങളിൽ ധർമ്മബോധത്തിലൂന്നിയ ജീവിത രീതിക്ക് പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ടുതന്നെ ധർമ്മബോധം എന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്തുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തോടുമുള്ള പ്രതികരണങ്ങളിലാണ് ധാർമ്മികതയ്ക്ക് സുപ്രധാന സ്ഥാനമുള്ളത്. നമ്മുടെ കർമ്മങ്ങളിൽ നേർവഴി കാട്ടിത്തരുന്നത് ഉള്ളിൽ നിന്നുള്ള ബോധമാണ്. പൊതുവായി എല്ലാ മനുഷ്യരെയും നയിക്കുന്നത് ഈ ബോധമാണ്. ശ്രദ്ധാപൂർവം കർമ്മങ്ങളിലേർപ്പെടുമ്പോൾ ബോധം നല്ല രീതിയിൽ നമ്മെ നയിക്കുന്നു. ശ്രേഷ്ഠ തലങ്ങളിലെത്തി നിൽക്കുന്ന സാത്വികരിൽ പ്രകടമാകുന്ന ആഴമേറിയ ബോധമാണ് ധാർമ്മിക ബോധം. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ആന്തരികമായും ബാഹ്യത്തിലും നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം ചേർന്നതാണ് ധാർമ്മികത എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കായി രൂപപ്പെടുത്തിയ നിയമവ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ് നാം ജീവിതം നയിക്കുന്നത്. ഇതോടൊപ്പം ആന്തരിക തലത്തിലുള്ള സന്മാർഗത്തിലൂന്നിയ നിയമങ്ങളും കൂടി പാലിക്കപ്പെടേണ്ടതുണ്ടെന്ന ബോധം നമുക്കുണ്ട്. ധർമ്മിഷ്ഠനായ വ്യക്തി മേൽപ്പറഞ്ഞ ബാഹ്യത്തിലും ആന്തരിക തലത്തിലുമുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടു തന്നെ ജീവിതം നയിക്കുന്നതിൽ സദാ ശ്രദ്ധാലുവായിരിക്കും. പ്രലോഭനങ്ങൾ ഉൾപ്പെടെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ ആ വ്യക്തിയുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുകയില്ല. കാരണം ഇവ തൻ്റെ ആന്തരിക വളർച്ചയെ ബാധിക്കുമെന്ന ഉറച്ച ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മിക ബോധം എല്ലാവരിലും അന്തർലീനമായ ഒരു ഗുണവിശേഷമല്ല. ധാർമ്മിക ബോധം പരിപോഷിപ്പിക്കുന്നതിന് ബോധപൂർവമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ധാർമ്മികതയാക്കി മാറ്റണം. കർമ്മങ്ങളെന്നാൽ ചിന്തകളും വികാരങ്ങളും ഇവയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന സംസാരങ്ങളും പ്രവൃത്തികളും എല്ലാം അടങ്ങുന്നതാണെന്ന് നാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും നാമ്പെടുക്കുന്ന ഓരോ ചിന്തയും വികാരവും പോലും ധർമ്മബോധത്തിൽ അധിഷ്ഠിതമാകുവാൻ ശ്രദ്ധിക്കുക. നന്ദി.